കേരള പോലീസിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം IPS തലത്തിൽ വലിയ അഴിച്ചുപണി 40ഓളം ഉദ്യോഗസ്ഥരെയാണ് അദ്ദേഹം മാറ്റി മറിച്ചത്. ഇടതു ഭരണകാലത്തും സമാനമായ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ IPS ആരും അതിനെ വിമർശിക്കുകയൊന്നും ചെയ്തില്ല. വിമർശിക്കാൻ പറ്റില്ലല്ലോ, ആര് വിമർശിക്കാൻ? അത് ഒറ്റ IPS ആണെങ്കിലും വാറക്കാൻ പറ്റില്ല, MR അജിത്കുമാറിന് മാത്രം, വേറെ ആർക്കും സംസാരിക്കാൻ പറ്റില്ല. പിന്നെ യോഗേഷ് ഗുപ്ത തൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരു നിയമ പോരാട്ടം നടത്തി വിജയിച്ചതൊഴിച്ചാൽ ഇവരാരും ഒന്നും വേണ്ടിയിട്ടില്ല. ജേക്കബ് തോമസ് IPSനെതിരെ ഒന്നാം പിണറായി സർക്കാർ എടുത്ത നടപടികൾ വളരെ മോശം. DGP റാങ്കുള്ള മനുഷ്യന് മറ്റേ ഷൊർണൂരിൽ വെട്ടുവത്തി പിച്ചാത്തി ഉണ്ടാക്കുന്ന കമ്പനിയുടെ MD ഒറ്റെണ്ണം മാറുന്നില്ല. പക്ഷേ ഇവര് ഇപ്പൊ പറയുന്നതെന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഷൗക്കത്ത് അലിയെ SP ആക്കിയതാണ് പ്രശ്നം. അതാണ് അവർക്ക് പ്രശ്നം. സീനിയർ അല്ല എന്നാണ്. സീനിയർ അല്ലാത്തതെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് കൺഫർമേഷൻ കിട്ടിയോണ്ടാണ്, കൺഫേർഡ് IPS ആയതുകൊണ്ടാണ് ഇവർ പറയുന്നത്. അല്ല, ഈ കൂട്ടത്തിൽ പലർക്കും IPS കിട്ടുന്നതിന് മുമ്പേ ഈ പോലീസ് കാക്കിയിട്ട മനുഷ്യനാണ് ഈ ഷൗക്കത്ത് അലി. അത് മനസ്സിലാക്കണം ആദ്യം. അത് മാത്രമല്ല ഏറ്റവും യോഗ്യനായ മനുഷ്യനാണ്. അതെ, അല്ലെങ്കിൽ എന്നയിൽ ജോലി ഇടില്ലല്ലോ, എന്നയിലത്തെ ഡെപ്യൂട്ടേഷൻ എടുക്കുമോ? പണി അറിയാവുന്ന ഈ പണി അറിയാവുന്ന ആളൊക്കെ എല്ലായിടത്തും ഇത് സംഭവിക്കാറുണ്ട് കേട്ടോ. പണി അറിയാവുന്ന എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ സീനിയോറിറ്റിയാണ് മാനദണ്ഡമെങ്കിൽ ജേക്കബ് തോമസിനെ മൂലക്കിരുത്തിയപ്പോൾ ഇവരെന്തുകൊണ്ട് ജേക്കബ് തോമസിനെ വെട്ടുകത്തി കമ്പനിയിൽ പറഞ്ഞു വെച്ചപ്പോൾ എന്തുകൊണ്ട് ഇവർ മാറുന്നില്ല? ഇപ്പം യോഗേഷ് ഗുപ്തയെ മൂലക്കിരുത്തിയപ്പോൾ എന്തുകൊണ്ട് ഈ IPS അസോസിയേഷൻ പ്രതികരിച്ചില്ല? അല്ല, മാത്രമല്ല വേറെ ഒരു പരാതിയുണ്ട്, അത് നമ്മൾ കഴിഞ്ഞ ചർച്ച ചെയ്തതാണ്. കൺഫേർഡ് IPSകാരാണ് മൊത്തത്തിൽ ഓരോ ജില്ലകളിലും ഭൂരിപക്ഷം ജില്ലകളിലും ഇപ്പം SP ആയി നിയമിച്ചിരിക്കുന്നത്. പിണറായി വിജയന്റെ കാലത്തും കൺഫേർഡ് IPSകാരായിരുന്നു പല റൂറൽ ജില്ലകളിലും ഭരിച്ചിരുന്നത്. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ടായിരുന്നു, എല്ലാം പിണറായിയുടെ അമിത വിശ്വസ്ത പുലർത്തുന്ന വിധേയന്മാരായിരുന്നു എന്നുള്ളതാണ്. വിധേയത്വമാണ് അവർ അന്നവിടെ. ഇപ്പൊ തിരുവനന്തപുരം റൂറലിലൊക്കെ വളരെ അർഹതപ്പെട്ട ഒരാളെയാണ് പ്രശാന്ത് അങ്കാണി. അത് രമേശ് ചെന്നിത്തലയുടെ വളരെ ബോൾഡായിട്ടുള്ള ഒരു തീരുമാനമാണ് പ്രശാന്ത് അങ്കാണിയെ തിരുവനന്തപുരം റൂറലിന്റെ. അല്ലെ, പ്രശാന്ത് അങ്കാണി താൻ നല്ല മിടുക്കനായ ഉദ്യോഗസ്ഥനാണ്, കഴിവ് തെളിയിച്ച ആളാണ്. അങ്ങനെയുള്ള തിരുവനന്തപുരത്തെ റൂറൽ SP ആവുക എന്ന് പറഞ്ഞാൽ അതിന് പിടിപ്പുള്ള പണിയാണ്. കാരണം തിരുവനന്തപുരത്ത് നഗരം കുറച്ചാണ്, കൂടുതൽ റൂറൽ ഏരിയയാണ്. എത്ര റൂറൽ ഏരിയ ഉണ്ട്, എത്ര വിശാലമാണത്. അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുക, മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള വളരെ പണിയാണ്. തിരുവനന്തപുരം പോലീസ് കമ്മീഷണർ പോലെ നഗരത്തെ കാര്യം നോക്കിയാൽ മതി. ഈ പിണറായി വിജയന്റെ കാലത്ത് തന്നെ പല നിർണായകമായ കേസുകളും ഈ പ്രശാന്ത് അങ്കാണി കൈകാര്യം ചെയ്യുകയും വളരെ നീതിപൂർവമായി ഇടപെടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അത്തരത്തിലൊരു ഉദ്യോഗസ്ഥരെയാണ് വയ്ക്കുന്നത്. പിന്നെ ഷൗക്കത്ത് അലി എന്ന് പറഞ്ഞാൽ കോഴിക്കോടിന് പറ്റിയ കമ്മീഷണറാണ്. ഞാൻ വിചാരിച്ച പുള്ളിയെ കണ്ണൂരിലെ കമ്മീഷണർ ആക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ രമേശ് ചെന്നിത്തല അത്രത്തോളം പോയില്ല. അദ്ദേഹത്തെ സത്യം പറഞ്ഞാൽ വേണം ഈ കണ്ണൂരിലാക്കാമായിരുന്നു. അപ്പൊ ഷൗക്കത്ത് അലിയെ കോഴിക്കോട് കമ്മീഷണർ ആക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രതിഷേധം എന്ന് പറഞ്ഞാൽ അത് CPMന്റെ പ്രതിഷേധമാണ്. മോഹന മാസ്റ്റർ തൂക്കിയെടുത്ത് അകത്താക്കിയ ആളാണ് എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ട്. TP വധക്കേസിൽ വണ്ടി തടഞ്ഞിട്ട് പിടിച്ചോണ്ട് പോയ ആളാണ്. അപ്പോൾ ആ ഒരു നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ കലിപ്പ് അവരെ മനസ്സിലിരിപ്പുണ്ട്. അങ്ങനെയുള്ള കോഴിക്കോട് നഗരത്തിലെ ക്രമസമാധാനം നോക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ആലോചിക്കാൻ പറ്റില്ല. അതെ. അതോടൊപ്പം തന്നെ P. വിജയൻ ക്രമസമാധാന ചുമതല വരുന്നു, നല്ല കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത്, P. വിജയനെ സർക്കാർ നടപടിയെടുത്ത് അനാവശ്യമായി മാറ്റി നിർത്തിയ സമയത്ത് ഈ IPS അസോസിയേഷൻ ഇതേപോലെ മുഖ്യമന്ത്രിയെ പോയി കാണുകയും അവരുടെ പ്രതിഷേധം അറിയിക്കുകയും വിജയന് സസ്പെൻഷനിൽ നിൽക്കേണ്ട ആളല്ല എന്ന് പറയാൻ ഉള്ള ആർജവം അവർ കാണിച്ചില്ല. അതില്ല, സ്വന്തം കാര്യം വരുമ്പോൾ അല്ല, അത് ഇടതുപക്ഷ കാലത്ത് അത് പറയാൻ പറ്റത്തില്ല. കാര്യം പിണറായി വിജയനും P. ശശിയും തീരുമാനിക്കും, അത്രേ ഉള്ളൂ. അത് അവർക്കും അറിയാം. ഇപ്പൊ കോൺഗ്രസ് വരുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയുണ്ട്, ആഭ്യന്തരമന്ത്രിയുണ്ട്, ഇവര് രണ്ടുപേരും രാവിലെ P. ശശി വിളിച്ച് ഓരോരോ കാര്യങ്ങൾ അവനെ ടോർച്ചർ ചെയ്യുക, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ പേരെടുത്ത് ഇവനെ പിടിച്ച് കെട്ടി അകത്തോണ്ടിടുന്നൊക്കെ പറയുമ്പോൾ സാറെന്ന് പറയാനല്ലാതെ അത് അങ്ങനെ അല്ല. ഇവരൊക്കെ മര്യാദയ്ക്ക് ഉപദേശിച്ചെടുത്തേക്ക് ഈ സർക്കാർ അതല്ല. CPMന്റെ ഭരണകാലത്ത് അവർക്കറിയാം ഒറ്റ നേതാവ് പിണറായി വിജയൻ, ശശി തീരുമാനിക്കും. വേറെ ആരോടും ഒന്നും പരാതി പറഞ്ഞിട്ടോ പരിഭവം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. കോൺഗ്രസ് വരുമ്പോൾ VD സതീശനുണ്ട്, KC വേണുഗോപാലുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. മാത്രമല്ല ഒന്നാം പിണറായി സർക്കാരിലെ പുത്തലത്തിനെ കൊണ്ട് വലിയ ശല്യമില്ലായിരുന്നാണ് പല പോലീസ് ഓഫീസർമാരും പറഞ്ഞിട്ടുള്ളത്. കാരണം ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുകയായിരുന്നു. ഈ P. ശശിയെ പോലെ തൊട്ടാനും പിടിച്ച 96 EK നായനാർക്ക് പരമാവധി പേരദോഷം ഉണ്ടാക്കി വെച്ച ഒരാളെ വീണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് കൊണ്ടുവരുന്നില്ല. എനിക്ക് തന്നെ വ്യക്തിയോട് അറിയാം, P. ശശിക്ക് ഇഷ്ടമില്ലാത്ത പല ഉദ്യോഗസ്ഥരെയും കേരളത്തിൽ നിന്ന് തന്നെ ഓട്ടിച്ചു. അനൂപ് കുരുവിള ജോൺ ഏറ്റവും മിടുക്കനായ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം TP കേസിന്റെ അന്വേഷണത്തിന്റെ പ്രധാനപ്പെട്ട ചുമതല ഉണ്ടാകുന്ന IPS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം കേന്ദ്രത്തിലെ ഡെപ്യൂട്ടേഷനിലാണ്. ഞാൻ പറയുന്നത് രാഹുൽ ആർ നായർ ഇവരെല്ലാവരും പോയില്ലേ ഇവിടെ നിന്ന്? പ്രഗത്ഭരായ പല IPS ഉദ്യോഗസ്ഥർ ഇവിടെ പോയി. അവരൊക്കെ തിരിച്ചു വരുമായിരിക്കും. ഞാൻ പറയുന്നത് അപ്പോഴൊന്നും ഇവരൊന്നും പ്രതികരിക്കാത്ത IPS അസോസിയേഷൻ ഇപ്പോൾ സെലക്റ്റീവ് പ്രതികരണം നമ്മൾ പറയുന്നത്. നമ്മൾ സംസ്കാര നായകന്മാരുടെ ലൈനിലാണ് അവർ. സെലക്റ്റീവ് പ്രതികരണം, അവർ ആളും തരം നോക്കി മാത്രം പ്രതികരിക്കാറുള്ളത്. അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. എത്രയും മിടുക്കന്മാരെ ഉദ്യോഗസ്ഥന്മാരെ, അതുപോലെ DYSP ലെവലുള്ളവരെയും CI ഒക്കെ തന്നെ മിടുക്കന്മാരൊക്കെ ഒന്ന് കേസിൽ കുറിക്കവരെ പോലുണ്ട്. അവരെ സസ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ പെണ്ണേഴ്സ് കുടിക്കുകയും ഒക്കെ തന്നെ, അല്ലെങ്കിൽ അഴിമതി കേസിൽ പെടുന്ന ഒക്കെ തന്നെ എന്തുമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട്. അന്ന് ഈ IPS അസോസിയേഷൻ എന്ന് പറയുമ്പോൾ താഴോട്ടുള്ള പോലീസുകാരും തന്നെയല്ല, അല്ലെങ്കിൽ കാക്കിട്ടവർ തന്നെയാണല്ലോ. അതൊന്നും ചിന്തിക്കുന്നില്ല. മാത്രമല്ല ഇവിടുത്തെ ഈ IPS പരീക്ഷ പാസ്സായി അങ്ങനെ എഴുതി വരുന്നവരെക്കാൾ എക്സ്പീരിയൻസ്ഡ് അല്ലേ ഈ
കൺഫെഡ് എന്ന് പറഞ്ഞു അതെ, എത്രയോ വർഷം അവർ ഒരു പക്ഷേ എസ് ഐ കൺഫെഡിൽ കുറെ അഴിമതിക്കാരുണ്ട്. അവരെ നമ്മള് കൊണ്ടുവന്നാൽ അല്ല അവരെ പ്രധാന സ്ഥലത്ത് ഇരുത്തരുത്. എൽ ഡി എഫ് ചെയ്തത് ഇങ്ങനെ ഭേദദോഷം ജ്ഞാപിച്ച അവരെ തെരഞ്ഞു പിടിച്ച് പ്രധാനപ്പെട്ട പൊസിഷനിൽ ഇരുത്തി എന്നുള്ളതാണ്. അത് സ്വന്തം കച്ചവടം നടത്താൻ വേണ്ടി അവർ ചെയ്തതാണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവര് IPS അസോസിയേഷൻ പറയണം, ഇനി കൺഫേർഡ് IPSകാരെ നിങ്ങൾ ജില്ലകളിൽ SPI ആക്കി വയ്ക്കരുത്, ഇത് ഞങ്ങളുടെ നയമാണ്, നിങ്ങൾ IPSകാരെ മാത്രമേ വയ്ക്കാവൂ എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. അല്ല അപ്പോൾ അവിടെ ചോദ്യം വരുന്നുണ്ട്, ഈ കൺഫേർഡ് IPS എന്ന് പറയുമ്പോഴേ അത് IPS തന്നെയാണല്ലോ. അതെ, കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പദവി തന്നെയാണല്ലോ അത്. അതായത് ഷൗക്കത്ത് അലി കോഴിക്കോട് കമ്മീഷൻ ആവാൻ യോഗ്യനാണ്. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരാണ്. അതുപോലെ NIA പോലുള്ള സ്ഥാപനത്തിൽ എനിക്ക് പാരീസിൽ വരെ നടന്ന ആ ഒരു അന്വേഷണത്തിന് പോയ ആളാണ്. ഒരിക്കലും മോശമല്ല. അദ്ദേഹം TP കേസിലെ പ്രതിയുള്ള മുടക്കോഴി മല എന്ന് പറഞ്ഞ CPMന്റെ പാകിസ്ഥാനിൽ ചെന്ന് പിടിച്ചുകൊണ്ട് വന്ന ആളാണ്. ചെറിയ കക്ഷിയല്ല അല്ല. എന്നിട്ട് ഇവർ ഇങ്ങനെയൊക്കെ ഇമാതിരി പ്രതികരിക്കുമ്പോഴേ എനിക്ക് തോന്നുന്നത് രമേശ് ചെന്നിത്തല ഈ പുള്ളി കുറെ മാറിയിട്ടുണ്ടെന്നോ. അത് ഇനി അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അങ്ങ് വഴങ്ങി കൊടുക്കാൻ സാധ്യതയില്ല. കാരണം ഒരു താനൊരു മിടുക്കൻ ഒരു ശക്തനായ ആഭ്യന്തരമന്ത്രിയാണ് തെളിയിക്കേണ്ട അദ്ദേഹത്തിൻ്റെ കൂടെ സീനിയോറിറ്റിക്കാണ് മികവെങ്കിൽ പോലീസ് മേധാവി പോലും സീനിയോറിറ്റി പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല. ഇല്ലല്ലോ, അത് സംഭവിക്കാറില്ലല്ലോ. ഒരു സംസ്ഥാനത്ത് സംഭവിക്കാറില്ല. 3 DGP പദവിയിലുള്ള ആളിനെ ലോ ആൻഡ് ഓർഡർ ഒരാൾക്കല്ലേ കൊടുക്കുള്ളൂ. അതെ, അത് മാത്രമല്ല ഞാൻ പറഞ്ഞ ഇപ്പൊ തന്നെ അവസാനത്തെ സെലക്ഷൻ ലിസ്റ്റിൽ നിതിൻ അഗർവാൾ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥനുണ്ട്. ഈ നിതിൻ അഗർവാൾ എന്ന് പറഞ്ഞ IPS ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ടും കേരളത്തിന്റെ പോലീസ് മേധാവിയാകാൻ യോഗ്യനാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സത്യസന്ധനും മികച്ച ഉദ്യോഗസ്ഥനായിട്ടാണ് അദ്ദേഹം. ബോർഡ് BSFന്റെ ഡയറക്ടർ ജനറൽ ആയിരുന്നു. കേന്ദ്ര സർക്കാരുമായിട്ട് ഉടക്കിയിട്ടാണ് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ അദ്ദേഹം കേന്ദ്ര സർക്കാരുമായിട്ട് ഉടക്കുന്നതിനുള്ള പ്രധാന കാരണം അമിത്ഷാ പറഞ്ഞിട്ട് കേൾക്കാത്തത് കൊണ്ടാണെന്നാണ്. അതെ, അപ്പൊ അമിത്ഷാ പറഞ്ഞാൽ പോലും ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ IPS കാരൻ കേരളത്തിലുള്ളപ്പോ അദ്ദേഹത്തെ മാറിയിട്ടാണ് വരുന്നത്. അപ്പൊ സീനിയോറിറ്റി അല്ല, മികവ് തന്നെയാണ്. സർക്കാരിന്റെ താല്പര്യങ്ങളുണ്ടല്ലോ അവർക്ക്, സർക്കാരിന്റെ താല്പര്യങ്ങൾ. അല്ലെങ്കിൽ നിതിൻ അഗർവാളാണ് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി. എന്താണ് ബാബുപോൾ സാർ ചീഫ് സെക്രട്ടറി ആയിട്ടില്ല കേരളം, അത് നമ്മളെ ചിന്തിക്കാനാണ്. അദ്ദേഹം ചീഫ് സെക്രട്ടറി യോഗ്യതയില്ലാത്ത എല്ലാം കൊണ്ടും യോഗ്യനാണ് അദ്ദേഹം കേരളത്തിലെ ചീഫ് സെക്രട്ടറി. അതേപോലെ തന്നെ യോഗേഷ് ഗുപ്ത, അദ്ദേഹത്തിന് പോലീസ് മേധാവി ആവാൻ പറ്റൂല എന്നാണ് എല്ലാവരും പറയുന്നത്. അത് എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും വരുമ്പോ ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. ഈ നമ്മുടെ ചില ആളുടെ കാര്യത്തിൽ സെലക്റ്റീവ് ആയിട്ട് മാത്രം ഷൗക്കത്ത് അലി വരണം ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഷൗക്കത്ത് അലിയെ പോലെയുള്ള ആളുകളാണ് സത്യം പറഞ്ഞാൽ ഇവിടെ വേണ്ടത് കേരള പോലീസിൽ. മുഖം നോക്കാതെ നീ നടപ്പാക്കാനും കൃത്യമായി എത്ര റിസ്ക് എടുത്തു അദ്ദേഹം കാര്യങ്ങൾ ചെയ്യും. മാത്രമല്ല ആ SI ബാച്ചിൽ 1ാം റാങ്കുകാരനാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരാളിനെ IPS കൺഫർ ചെയ്ത് IPS കൊടുത്തു എന്ന് പറഞ്ഞാൽ കൊടുത്തല്ലോ, കേന്ദ്ര സർക്കാർ തന്നെയാണല്ലോ തീരുമാനിച്ചിട്ടുള്ളത്. ഇവരെ കൂട്ടത്തിലെ ഒരാളാണല്ലോ. അപ്പൊ ഇത് രണ്ടാം തരം പൗരന്മാരാണോ? ഈ ഷൗക്കത്ത് അലി SP അല്ലാതെ ചില SPമാർ വന്നിട്ടുണ്ട്. അവരിൽ പലരും ഞാൻ പേര് പറയുന്നില്ല, ദുരൂഹ സ്വഭാവമുള്ളവരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അവരെ ഒന്നും ആക്കിയതിൽ ഈ മനുഷ്യന്റെ IPS കിട്ടാതെ കൺഫർ ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരുപാട് സമരം നടത്തി. അവരുടെ കാര്യത്തിലൊന്നും IPS അസോസിയേഷൻ പരാതി കോഴിക്കോട് കമ്മീഷണർ ആക്കിയതിൽ മാത്രമാണ്. അതെനിക്ക് ഇപ്പോഴും സംശയം ചോദിക്കാനുള്ളത്, ഈ IPS അസോസിയേഷൻ എന്ന് പറയുമ്പോഴേ ഇവരും അതിൽ അംഗങ്ങൾ തന്നെ ആയിരിക്കും സാധ്യത ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഇതിൽ 2 തരം പൗരന്മാരുണ്ടോ? ഒന്ന് പരീക്ഷ എഴുതി വന്നവരും ഒന്ന് പ്രൊമോഷൻ കിട്ടി വന്നവരും എന്നുള്ളതാണ്. അത് പാടില്ല. മാനദണ്ഡം കഴിവാണ്. കേരളത്തിന് ഇപ്പം കഴിഞ്ഞ 10 കൊല്ലം പോലീസിങ് ആപ്പട തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ജനങ്ങളെ അറിയാവുന്ന, ജനകീയമായി പ്രവർത്തിക്കുന്ന, ആരെയും ഭയക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് വേണ്ടത്. അങ്ങനെയാണ് വേണ്ടത്. അത് നമുക്ക് പിന്നെ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ കാലത്തും ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് എന്ന് പേരെടുപ്പിച്ച ഒന്നാണ്. അത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഏതാണ്ട് നശിപ്പിച്ചിട്ടിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ അവിടെ നിന്ന് അതിന് പുനർജീവനം വേണമെങ്കിൽ രമേശ് ചെന്നിത്തല വിചാരിച്ചാൽ സാധിക്കും. അദ്ദേഹത്തിന് മിടുക്കന്മാരെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് ഭംഗിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.